ഹായ് ഡിയേഴ്സ്, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ BBA FIUGPയുടെ ഭാഗമായിട്ട് വരുന്ന കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഫൈനാൻഷ്യൽ ഡാറ്റ എന്ന പേപ്പറിൻ്റെ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സാണ്. നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഈ ഒരു പേപ്പറിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ ആവശ്യമുള്ളവർ പ്ലേലിസ്റ്റ് സന്ദർശിക്കാം. ഈ ഒരു പേപ്പറിൻ്റെ സിലബസിൽ 4 മൊഡ്യൂളുകളാണ് പഠിക്കാനുള്ളത്. ടോട്ടൽ 5 മൊഡ്യൂളുണ്ട്. ഒരു മൊഡ്യൂള് ഓപ്പൺ മൊഡ്യൂളാണ്. ഇതിൽ തിയറീസും ഉണ്ട്, പ്രോബ്ലംസും ഉണ്ട്. ഒരു 50% തിയറിയും ഒരു 50% പ്രോബ്ലമാണ് പൊതുവെ ഇതിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാമിന് വരാറുള്ളത്. യൂണിവേഴ്സിറ്റി സിലബസ് പറയുന്നത് 60% പ്രോബ്ലം, 40% തിയറിയാണ്. അപ്പോൾ ഏകദേശം എന്ത് വരും? ഒരു 50% തിയറിയും 50% പ്രോബ്ലംസൊക്കെ വരാറുണ്ട്. ഓരോ മൊഡ്യൂളിലെയും കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയി നോക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് അണ്ടർസ്റ്റാൻഡ് ദി കോസ്റ്റ്, റവന്യൂ ആൻഡ് പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ് ആണ്. ഈ മൊഡ്യൂൾ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് ഫിനാൻഷ്യൽ ഡാറ്റ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. നമ്മുടെ ബുക്കിൻ്റെ പേരിനെ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഫിനാൻഷ്യൽ ഡാറ്റയാണ്. ഫിനാൻഷ്യൽ ഡാറ്റ കൊണ്ട് അർത്ഥമാക്കുന്നത് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്. ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ എന്ന് നമ്മൾ എന്ത് പറയുന്നത്? ഫിനാൻഷ്യൽ ഡാറ്റ എന്ന് പറയുന്നത്. അതിൽ എക്സ്പെൻസ് വരും, ഇൻകം വരും, പ്രോഫിറ്റ് വരും, കോസ്റ്റ്, അസറ്റ്, ലാബിലിറ്റീസ് വരും. നമ്മൾ ഒരു ഫിനാൻസിൽ ഉപയോഗിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും പാടെ പഠനമാണിത് ഫിനാൻഷ്യൽ ഡാറ്റ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ സിലബസിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു ഏരിയയാണ് എക്സ്പെൻസ്, ഇൻകം, പ്രോഫിറ്റ്, കോസ്റ്റ് ആൻഡ് റവന്യൂ. ഇത്രയും കോൺസെപ്റ്റിൻ്റെ മീനിങ് എല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. എന്താണ് എക്സ്പെൻസ്, എന്താണ് ഇൻകം, എന്താണ് പ്രോഫിറ്റ്, എന്താണ് കോസ്റ്റ്, എന്താണ് റവന്യൂ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എക്സ്പെൻസ് അതുപോലെ തന്നെ കോസ്റ്റ്, ഈ 2 ഏരിയക്കാണ്. അപ്പോൾ എക്സ്പെൻസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സ്പെൻസ് എന്താണ്, അതിൻ്റെ നേച്ചർ, സിഗ്നിഫിക്കൻസ്, ടൈപ്സ് ഒക്കെ ഉള്ള ബാക്കിയുള്ള പഠിക്കേണ്ടെന്നല്ല, കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എക്സ്പെൻസിന് കൊടുക്കുക. ദെൻ കോസ്റ്റും കോസ്റ്റിൻ്റെ ടൈപ്സിനും കൂടി കുറിച്ച് കൂടുതൽ പ്രാധാന്യം നൽകുക. ഓക്കെ ആണല്ലോ. പിന്നീട് വരുന്ന ഏരിയയാണ് ഡിഫൈൻ അക്കൗണ്ടിങ്. അപ്പോൾ അവിടെ എല്ലാവരും നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള AICPയുടെ അക്കൗണ്ടിങ് ഇസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിങ് എന്ന് പറയുന്ന ആ ഡെഫിനിഷൻ എല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമിന് 3 മാർക്കിന് വന്ന ക്വസ്റ്റ്യനാണ് ഡിഫൈൻ അക്കൗണ്ടിങ്. ദെൻ മറ്റൊരു ചോദ്യമാണ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ്. വളരെ ശ്രദ്ധിക്കുക, ഇതും യൂണിവേഴ്സിറ്റി എക്സാമിന് 6 മാർക്കിന് വന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ എന്താണ് അക്കൗണ്ടിങ്, അതിൻ്റെ ഡെഫിനിഷനും ഒബ്ജക്റ്റീവ്സും ഫങ്ഷനും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കാം. ഓക്കെ ആണോ. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്. ഫിനാൻസും അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ഫിനാൻസ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ഓഫ് മണിയാണ്. അക്കൗണ്ടിങ് നമ്മൾ പഠിച്ചതാണ് അല്ലേ, ആർട്ട് ഓഫ് റെക്കോർഡിങ്, ക്ലാസിഫയിങ് ഒക്കെ ഇത് വരുന്നത്. ഒരു സ്ഥാപനത്തിൻ്റെ എല്ലാ രീതിയിലുള്ള അക്കൗണ്ടിങ്, ഫൈനൽ അക്കൗണ്ട് വരെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നതാണെന്ത് അക്കൗണ്ടിങ്. ഓക്കെ ആണല്ലോ. പിന്നീട് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ അക്കൗണ്ടിങ് പ്രോഫിറ്റും എക്കണോമിക് പ്രോഫിറ്റും. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ വന്നിട്ടുണ്ട് ഈ ചോദ്യം. 6 മാർക്കിന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തിയറി ടോപ്പിക്കാണ് അക്കൗണ്ടിങ് പ്രോഫിറ്റും എക്കണോമിക് പ്രോഫിറ്റും. അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ ടോട്ടൽ റവന്യൂവിൽ നിന്ന് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് കുറച്ചാൽ കിട്ടുന്നതാണെന്ത് അക്കൗണ്ടിങ് പ്രോഫിറ്റ്. എക്കണോമിക് കോസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ റവന്യൂവിൽ നിന്ന് എക്സ്പ്ലിസിറ്റ് കോസ്റ്റും ഇംപ്ലിസിറ്റ് കോസ്റ്റും കുറച്ചാൽ കിട്ടുന്നതാണെന്ത് എക്കണോമിക് പ്രോഫിറ്റ്. അതാണ് അതിൻ്റെ മേജർ ഡിഫറൻസ്. ദെൻ അക്കൗണ്ടൻസിയിൽ ഉപയോഗിക്കുന്ന പ്രോഫിറ്റാണ് അക്കൗണ്ടിങ് പ്രോഫിറ്റ്, എക്കണോമിക്കിൽ ഉപയോഗിക്കുന്ന പ്രോഫിറ്റാണ് എക്കണോമിക് പ്രോഫിറ്റ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കണം. ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണിത്.
അക്കൗണ്ടിങ് പ്രോഫിറ്റും എക്കണോമിക് പ്രോഫിറ്റും. ഓക്കെ ആണല്ലോ. പിന്നീട് ഇവിടെ കുറച്ച് ടേമുകളാണ്, വളരെ പ്രധാനപ്പെട്ട ടേമാണ്. ഈ ഒരു ടേമിൽ നിന്നായിരിക്കും കൂടുതൽ 3 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അതിൽ അസറ്റ് എന്താണ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കറണ്ട് അസറ്റും ഫിക്സഡ് അസറ്റും ഇൻടാഞ്ചിബിൾ അസറ്റും. കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്നതാണ്. അതിൻ്റെ എക്സാമ്പിൾ ക്യാഷ്, ബാങ്ക്, സ്റ്റോക്ക്, ബില്ല് റിസീവബിൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാണ് കറണ്ട് അസറ്റ് കൃത്യമായിട്ട് പഠിച്ചേക്കണം. ദെൻ ഫിക്സഡ് അസറ്റ് ലാൻഡ് ആൻഡ് ബിൽഡിങ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ കേട്ടോ. ഈ ഫിക്സഡ് അസറ്റ് എന്തും പറയും? ടാഞ്ചിബിൾ അസറ്റ് എന്നും പറയും. ഫിക്സഡ് അസറ്റിൻ്റെ മറ്റു പേര് എന്താണ്? ടാഞ്ചിബിൾ അസറ്റ്. ഓക്കെ ആണല്ലോ. പിന്നീട് ഇൻടാഞ്ചിബിൾ അസറ്റ് യൂണിവേഴ്സിറ്റി എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ടേമാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ cannot be see or touch. അസറ്റ് ആണ് എന്ത് പറ്റില്ല, നമുക്ക് കാണാനോ തൊടാനോ പറ്റില്ല. എക്സാമ്പിൾ കൃത്യമായിട്ട് പഠിച്ചേക്കുക. ഒന്ന് ഗുഡ് വില്ല്, മറ്റൊന്ന് പാറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ടെക്നിക്കൽ നോ. ഏതൊക്കെയാണ്? ഗുഡ് വില്ല്, പാറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ടെക്നിക്കൽ നോ. പിന്നീട് ലാബിലിറ്റീസ്, ഒരു സ്ഥാപനത്തിൻ്റെ ഒബ്ലിഗേഷൻ, കടമയാണെന്ത്? ലാബിലിറ്റീസ്. അതിൽ കറണ്ട് ലാബിലിറ്റിയും കണ്ടിജൻറ്റ് ലാബിലിറ്റിയും. ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ് കറണ്ട് ലാബിലിറ്റി ആൻഡ് കണ്ടിജൻറ്റ് ലാബിലിറ്റി. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. കറണ്ട് ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനം ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ബാധ്യതക്കാണ് കറണ്ട് ലാബിലിറ്റി. മീറ്റ് വിത്തിൻ 1 ഇയർ ആണ്. അതിൽ വരുന്നതാണ് ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബിൽസ് പേബിൾ. ഏതൊക്കെയാണ്? മെയിനായിട്ട് ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബിൽസ് പേബിൾ, ദെൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, അങ്ങനെ മറ്റു ഒരുപാട് കറണ്ട് ലാബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ കറണ്ട് ലാബിലിറ്റി എന്താണെന്നും അതിൻ്റെ എക്സാമ്പിൾ കൃത്യമായിട്ട് പഠിച്ചേക്കാം. ദെൻ കണ്ടിജൻറ്റ് ലാബിലിറ്റി. കണ്ടിജൻറ്റ് ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ ആക്ച്വൽ ലാബിലിറ്റി. ഇറ്റ് മേ ഓർ മേ നോട്ട് ബി ലാബിലിറ്റി ഇൻ ഫ്യൂച്ചർ. ഇപ്പം എന്തല്ല, നിലവിൽ അത് ലാബിലിറ്റി അല്ല, ഭാവിയിൽ എന്താവാം, ലാബിലിറ്റി ആയിട്ട് വരാം. അത്തരം ലാബിലിറ്റീസ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടിജൻറ്റ് ലാബിലിറ്റി എന്ന് പറയുന്നത്. ഈ 2 ടേമാണ് റിപ്പീറ്റ് ചെയ്തിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിനോട് ചോദിക്കുന്നത് അല്ലേ? കറണ്ട് ലാബിലിറ്റീസ് ആൻഡ് കണ്ടിജൻറ്റ് ലാബിലിറ്റീസ്. അതേമാതിരി തന്നെയാണ് ചോദ്യം വരുന്നത്. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ കാണാൻ കഴിയും. ദെൻ എന്താണ് ക്യാപിറ്റൽ എന്നുള്ള ടേം പറഞ്ഞിരിക്കണം. എന്താണ് ഡ്രോവിങ്സ് എന്നുള്ള ടേം പറഞ്ഞിരിക്കണം. ഡ്രോവിങ്സ് എന്ന് പറഞ്ഞാൽ വിഡ്രോ മണി ഫോർ പേഴ്സണൽ യൂസ് ആണിത്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്ഥാപനത്തിൽ എന്ത് ചെയ്യുക? എമൗണ്ട് പിൻവലിക്കുക. അതിനെയാണ് ഡ്രോവിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഏരിയ. ഇവിടെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കുക. പിന്നീട് ഇവിടെ വരുന്നത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളാണ്. ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് എസ് വരികയാണെങ്കിൽ ഈ ഒരു ചോദ്യമാണ്. അപ്പോൾ 3 ക്വസ്റ്റ്യൻ പേപ്പറാണ് നിലവിൽ ഇതിൻ്റെ ഇറങ്ങിയിട്ടുള്ളത്. അതിൽ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും എസ് വന്നിട്ടുള്ളത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളാണ്. അപ്പോൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് 2 ടോപ്പിക്കായിട്ടാണ് വരുന്നത്. അതിൽ അക്കൗണ്ടിങ് കൺസെപ്റ്റും ഉണ്ട്, അക്കൗണ്ടിങ് കൺവെൻഷനും ഉണ്ട്. അപ്പോൾ ഓരോ അക്കൗണ്ടിങ് കൺസെപ്റ്റും അറിഞ്ഞിരിക്കണം, ഓരോ അക്കൗണ്ടിങ് കൺവെൻഷനും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ ഇതിൻ്റെ ഭാഗമായിട്ട് 3 മാർക്കിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഗ്യാപ്പ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട് ഗ്യാപ്പ്. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം അറിഞ്ഞാൽ തന്നെ കുറേ നമുക്ക് മാർക്ക് കിട്ടും. എന്താണ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ? അതായത് എല്ലാ രാജ്യങ്ങളിലും എല്ലായിടത്തും ഗ്ലോബലായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എസ് ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എഴുതണമെന്നില്ല, പ്രോബ്ലം അറിയുന്നവർക്ക് ഫൈനൽ അക്കൗണ്ട് ആയിരിക്കും മറ്റൊരു എസ്. അപ്പോൾ എസ്സൊക്കെ കൂടുതൽ ശ്രദ്ധ, ഒന്ന് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, മറ്റൊന്ന് ഫൈനൽ അക്കൗണ്ടാണ്. അപ്പോൾ ഈ ഒരു ഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ തന്നെ ഡബിൾ എൻട്രി സിസ്റ്റം എന്താണെന്നുള്ള കാര്യവും, അതുപോലെ തന്നെ
എന്താണ് എൻറ്റിറ്റി കോൺസെപ്റ്റും എന്താണ് കൺസർവേറ്റിസം, ആ രണ്ട് കോൺസെപ്റ്റ് ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സും ഓണറും എന്താണ് സെപ്പറേറ്റ് ആണെന്ന് അർത്ഥം. കൺസർവേറ്റിസം എന്ന് പറഞ്ഞാൽ ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ് നോട്ട് റെക്കോർഡഡ് ആണ്, പോസിബിൾ ലോസസ് ആർ റെക്കോർഡഡ്. അപ്പോൾ ഈ ഭാഗമൊക്കെ ഡൗട്ട് വരികയാണെങ്കിൽ ഈ ഒരു ഭാഗത്തിൻ്റെ ക്ലാസ് അവൈലബിൾ ആണ്. ആ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഈ ഭാഗം എന്ത് ചെയ്യും, ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ജസ്റ്റ് പറയുന്നുള്ളൂ, ഓക്കെ അല്ല. ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാൽ വീഡിയോ വളരെ ലെങ്ത് ആവും. ആൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ ഭാഗങ്ങളാണ്. ദെൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണ് എന്നുള്ളതും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഒബ്ജക്റ്റീവ്സും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. മുമ്പൊന്നും യൂണിവേഴ്സിറ്റി എക്സാമിന് വന്നിട്ടില്ല ഈ ചോദ്യം. ദെൻ IFRS എന്താണ്, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്താണെന്നും പഠിച്ചു വെക്കുക. ആ ചോദ്യം യൂണിവേഴ്സിറ്റി എക്സാമിന് വന്നിട്ടില്ല, ചിലപ്പോൾ ആ ചോദ്യം വരാം. നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇക്വേഷൻ ആണ്, വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ്. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അസറ്റ് ഈക്വൽ ടു ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ദെൻ അക്കൗണ്ടിങ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് 3 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ഒരു പേപ്പറിന് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് 3 മാർക്കിന് തിയറി ആയിട്ട് അക്കൗണ്ടിങ് ഇക്വേഷൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 6 മാർക്കിൻ്റെ പ്രോബ്ലമായിട്ടും അക്കൗണ്ടിങ് ഇക്വേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ത് ചെയ്യുക, എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്നും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ അല്ല. ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരൊറ്റ ഏരിയയിലെ പ്രോബ്ലം ഉള്ളൂ, അത് അക്കൗണ്ടിങ് ഇക്വേഷനാണ്. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ചിലപ്പോൾ ആ ഭാഗത്ത് നിന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ദെൻ മൊഡ്യൂൾ 2 വരുന്നത് റെക്കോർഡ് ദി എക്സ്പെൻസസ് ആൻഡ് ഇൻകം ഓഫ് എ ബിസിനസ് ആണ്. ഈ മൊഡ്യൂൾ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്നാണ്. ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ വരുന്ന ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ്, ഡെയിലി ട്രാൻസാക്ഷൻസ് അവർ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഇത് എന്തിൻ്റെ ബേസിലാണ്, ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ഈ ബുക്ക് കീപ്പിംഗ് ചെയ്യുന്നത്. ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡെബിറ്റിന് ഈക്വൽ ആയിട്ടുള്ള ക്രെഡിറ്റ് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നീട് ഇവിടെ വരുന്ന വളരെ മേജറായിട്ടുള്ള ഏരിയയാണ് ജേണൽ. അപ്പോൾ ഇവിടുന്ന് ചോദ്യം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ എന്താണ് ജേണൽ എന്നും ആ തിയറി വരാറുണ്ട് 3 മാർക്കിന്. ജേണൽ എൻട്രി എഴുതാനുള്ള ചോദ്യം നിർബന്ധമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ 6 മാർക്ക് കിട്ടും ഈ ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ട്, ഞാൻ അക്കൗണ്ടിങ് ഇക്വേഷൻ നിർബന്ധമായിട്ടില്ല, ജേണൽ എൻട്രി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ട്. ഇപ്പോൾ 3 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ പറഞ്ഞു. ഈ 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് വന്നിട്ടുണ്ട്, ജേണൽ എൻട്രീസ് വന്നിട്ടുണ്ട്. ഒരു 8ഓ 9ഓ ട്രാൻസാക്ഷനൊക്കെയാണ് മാക്സിമം വരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് ജേണൽ എൻട്രീസ് വരുന്നത്. അപ്പോൾ ജേണൽ എൻട്രി എല്ലാവരും നിർബന്ധമായിട്ടും പഠിക്കാം. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ലെഡ്ജർ എന്നാണ്. ഇവിടെ ലെഡ്ജർ എന്ന് പറഞ്ഞാലേ ട്രാൻസാക്ഷൻ തരുന്നു, ജേണലിന് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ടേമും കൂടി അറിയണം, എന്താണ് പോസ്റ്റിംഗ്. അപ്പോൾ എന്താണ് ലെഡ്ജർ എന്നും എന്താണ് പോസ്റ്റിംഗ് എന്നും കൃത്യമായിട്ട് പഠിച്ചിക്കുക. ഡിഫറൻസും ജേണലും ലെഡ്ജറും തമ്മിലുള്ള ഡിഫറൻസും. ലെഡ്ജറിന് പ്രോബ്ലംസ് ഒന്നും കൃത്യമായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ എന്തേ ഉള്ളൂ, അവിടെ നിന്നൊക്കെ പ്രോബ്ലം വരാൻ റയർ ചാൻസ് ഉള്ളൂ, പ്രോബ്ലം ഒന്നും വരാൻ സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ജേണൽ കൃത്യമായിട്ട് പഠിക്കുക. ലെഡ്ജറിൻ്റെ മീനിങ്, ജേണലും ലെഡ്ജറും തമ്മിലുള്ള ഡിഫറൻസ്, ദെൻ എന്താണ് പോസ്റ്റിംഗ് എന്നും കൂടി. ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ത് പറയുന്നത് പോസ്റ്റിംഗ്. അപ്പോൾ ജേണൽ ടു ലെഡ്ജറാണ് എന്ത് പോസ്റ്റിംഗ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ അല്ലോ. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ അരിതമെറ്റിക്കൽ ആക്യുറസി കാണാൻ വേണ്ടിയാണ്. അതായത് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് വിലയിരുത്താൻ വേണ്ടി തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണെന്ത് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് എന്തല്ല, നോട്ട് ആൻ അക്കൗണ്ട്, ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോവിങ് അരിതമെറ്റിക്കൽ ആക്യുറസി ഓഫ് ദി കൺസേൺ. അപ്പോൾ എന്താണ് ട്രയൽ ബാലൻസും അതിൻ്റെ
ഒബ്ജക്റ്റീവ്സും അറിഞ്ഞിരിക്കണം. ഇവിടെ ശ്രദ്ധിക്കുക, കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമിന് ട്രയൽ ബാലൻസ് എസ് എ തിയറി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ട്രയൽ ബാലൻസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ദെൻ പ്രോബ്ലം, ട്രയൽ ബാലൻസുമായി ബന്ധപ്പെട്ട സിമ്പിൾ പ്രോബ്ലംസ് വരാറുണ്ട്. ഓക്കെ അല്ല, അതും കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. അതും യൂണിവേഴ്സിറ്റി എക്സാമിന് വന്നിട്ടുണ്ട്. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഭാഗമാണ് ഡിപ്രിസിയേഷൻ, പ്രൊവിഷൻ ആൻഡ് റിസർവ് എന്ന് പറയുന്ന ഒരു ഏരിയ. ഇവിടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഡിപ്രിസിയേഷൻ അല്ലേ. ഡിപ്രിസിയേഷൻ പറഞ്ഞ മീനിങ് എന്താണ്? പെർമനൻറ്റ് ഡിഗ്രീസ് ഇൻ ദി വാല്യൂ ഓഫ് അസറ്റ്. ഒരു അസറ്റിൻ്റെ വാല്യൂവിൽ വരുന്ന തേയ്മാനത്തിന് നമ്മൾ എന്ത് പറയുന്നത്? ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ദെൻ ഡിപ്രിസിയേഷൻ്റെ കോസസ് ഒരുപാട് കാര്യങ്ങളുണ്ട്. വിയർ ആൻഡ് ടിയർ, യൂസേജ്, പാസേജ്. ദെൻ ഇവിടെ മെയിനായിട്ട് അറിയേണ്ടത് മെത്തേഡാണ്. രണ്ട് മെത്തേഡാണുള്ളത്. ഒന്ന് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡും ഒന്ന് WDV മെത്തേഡും. അപ്പോൾ എന്താണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്, എന്താണ് WDV മെത്തേഡ്? ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഡിപ്രിസിയേഷൻ ആയിരിക്കും, സെയിം എമൗണ്ട് ആയിരിക്കും. WDVയിൽ എല്ലാ വർഷവും എന്തായിരിക്കില്ല, ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് സെയിം ആയിരിക്കില്ല. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അവ തമ്മിലുള്ള ഡിഫറൻസും ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും എന്തൊക്കെയാണ് വേണ്ടത്. അപ്പോൾ എന്താണ് ഡിപ്രിസിയേഷന്, അതിൻ്റെ കോസസ്, രണ്ട് മെത്തേഡ് ഫിക്സഡും WDVയും, അതിൻ്റെ ഡിഫറൻസ്, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം, അത്രയും ഭാഗം അറിഞ്ഞാലേ ഈ ഭാഗത്ത് എന്തുള്ളൂ കൃത്യമായിട്ട് മാർക്ക് കിട്ടുള്ളൂ. ദെൻ പ്രൊവിഷൻ. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു ആൻറ്റിസിപ്പേറ്റഡ് ലോസ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ലോസ് മീറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ച ഫണ്ടിനെ പറഞ്ഞ പേരാണ് പ്രൊവിഷൻ. ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ് പ്രൊവിഷൻ. ദെൻ റിസർവ് എന്താണ്? റിസർവിൻ്റെ ടൈപ്സും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതിൽ ക്യാപിറ്റൽ റിസർവും റവന്യൂ റിസർവിനും കുറച്ച് പ്രാധാന്യം കൊടുക്കുക. ഓക്കെ ആണല്ലോ. ദെൻ റിസർവും പ്രൊവിഷനും തമ്മിലുള്ള ഡിഫറൻസ്, റിസർവും പ്രൊവിഷനും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഈ ഒരു പേപ്പറിൻ്റെ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഫിനാൻഷ്യൽ ഡാറ്റ എന്ന് പറയുന്ന പേപ്പറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെഡ്യൂളാണ് മെഡ്യൂൾ 2. ഇവിടെ 3 ഏരിയയിൽ നിന്ന് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. 3ഉം 6 മാർക്കിൻ്റെ പ്രോബ്ലംസ് ആണ്. ഒന്ന് ജേണലാണ്, അത് നിർബന്ധമാണ്. മറ്റൊന്ന് ട്രയൽ ബാലൻസ് ആണ്, അതും വരാറുണ്ട്. മറ്റൊന്ന് ഡിപ്രിസിയേഷൻ ആണ്. അപ്പോൾ ഈ 3 ഏരിയയും പ്രോബ്ലംസ് പഠിച്ചേക്കാം. ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ 4 ഏരിയയിലാണ് പ്രോബ്ലം പറഞ്ഞത് അല്ലേ. ഒന്ന് അക്കൗണ്ട് ഇക്വേഷൻ ആണ്, മറ്റൊന്ന് ജേണലാണ്, മറ്റൊന്ന് ട്രയൽ ബാലൻസ് ആണ്, മറ്റൊന്ന് ഡിപ്രിസിയേഷൻ ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് മൊഡ്യൂൾ 3 ഫൈനൽ അക്കൗണ്ട് ഓഫ് സോൾ ട്രേഡർ ആണ്. ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് ട്രേഡിംഗ് അക്കൗണ്ട് എന്താണ്, അതിൻ്റെ ഫോർമാറ്റും. ഇവിടെ മെയിനായിട്ട് വരുന്ന 2 ചോദ്യമാണ്. ഇത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും ആവാം, ഈ ഏരിയയിൽ വരാം. ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസും. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി പെയ്ഡാണ്. നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് കൊടുക്കുകയാണ്. അതിൽ വരുന്ന എക്സാമ്പിളാണ് വേജസ്, ക്യാരേജ് ഇൻവേർഡ്, ഫ്രൈറ്റ്, ഒക്ട്രോയൊക്കെ. നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് ഫോർമാറ്റിൽ കൃത്യമായിട്ട് അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് പറഞ്ഞാൽ സാധാരണ എക്സ്പെൻസ്, സാലറി, റെൻറ്റ്, സ്റ്റേഷനറി, പോസ്റ്റേജ്, അഡ്വർടൈസ്മെൻറ്റ്. ഏതൊക്കെയാണ്? സാലറി, റെൻറ്റ്, സ്റ്റേഷനറി, പോസ്റ്റേജ്, അഡ്വർടൈസ്മെൻറ്റ്. ഇതൊക്കെ എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെയും ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെയും എക്സാമ്പിൾസ് കൃത്യമായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കണം. ദെൻ എന്താണ് പ്രോഫിറ്റ് ലോസ് കൊണ്ട് അതെങ്ങനെയാണ് സോൾവ് ചെയ്യുക, എന്താണ് ബാലൻസ് ഷീറ്റ്, ഇതും 3 മാർക്കിന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് 3 മാർക്കിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കേണ്ടത് ബാലൻസ് ഷീറ്റ് എന്താണ് അല്ലേ. ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോവിങ് ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കൺസേൺ. അത് എന്തുണ്ടായിരിക്കും? ലാബിലിറ്റീസും ഉണ്ടായിരിക്കും, അസറ്റും ഉണ്ടായിരിക്കും. ദെൻ പ്രോബ്ലം. അപ്പോൾ നമുക്ക് 100% എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എസ് എ പ്രോബ്ലം ആണെന്ത്, ഫൈനൽ അക്കൗണ്ടിൻ്റെ പ്രോബ്ലം 10 മാർക്കിന് വരും. അപ്പോൾ കൂടുതൽ യൂണിവേഴ്സിറ്റി എക്സാമിനും 10 മാർക്ക് വരുന്നത് ഒന്ന് എന്താണ്? ഫൈനൽ അക്കൗണ്ടാണ്, ഒന്ന് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഫൈനൽ അക്കൗണ്ടൊക്കെ വരിക വെച്ചാൽ കഴിയുന്നത് എന്ത് ചെയ്യുക, ഈ ഫൈനൽ അക്കൗണ്ട് സോൾവ് ചെയ്യുക, തിയറി എഴുതാക്കുക. ഇത് ആൻസർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫൈനൽ അക്കൗണ്ട് ടാലി കഴിഞ്ഞാൽ 10 മാർക്കൊക്കെ എന്ത് ചെയ്യും കിട്ടും. തിയറി എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ 10 മാർക്ക് കിട്ടണമെന്നില്ല.
ഇപ്പോൾ നെക്സ്റ്റ് വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അവിടെ രണ്ട് ഭാഗമാണ്, ഒന്ന് ഫൈനൽ അക്കൗണ്ടും ഒന്ന് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അല്ലേ, ക്യാഷിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണിത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ മീനിങ്ങും ഇമ്പോർട്ടൻസും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ 3 ആക്ടിവിറ്റീസ് ആണുള്ളത്: ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ഫിനാൻസിങ് ആക്ടിവിറ്റി. ഈ 3 ആക്ടിവിറ്റീസും ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കാണാനുള്ള പ്രോബ്ലംസും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ എന്തൊക്കെ അറിഞ്ഞിരിക്കേണ്ടത്? എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, 3 ആക്ടിവിറ്റീസ്: ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ് ആൻഡ് ഫിനാൻസിങ്. ദെൻ അതുമായി ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ പ്രോബ്ലം, കംപ്ലീറ്റ് പ്രോബ്ലം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കാണാനുള്ള ചോദ്യം. ഓക്കെ ആണല്ലോ, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കാണാനുള്ള ചോദ്യം. പിന്നീട് ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും നമ്മൾ എന്തുണ്ട് ഇവിടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ 2 മെത്തേഡ് ഉപയോഗിക്കും. ഒന്നാണ് ഡയറക്റ്റ് മെത്തേഡ്, മറ്റൊന്നാണ് ഇൻഡയറക്റ്റ് മെത്തേഡ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഫോർമാറ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പലവട്ടം യൂണിവേഴ്സിറ്റി എക്സാമിന് അത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, അപ്പോൾ അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ 2 ഏരിയയാണ് മൂന്നാമത്തെ മൊഡ്യൂൾ വരുന്നത്. ഒന്ന് ഫൈനൽ അക്കൗണ്ട്, അവിടെ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എസ് കണ്ട് പഠിക്കുക. ദെൻ ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തിയറി പഠിക്കാം. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും കാര്യം പറഞ്ഞു. ഇനി മൊഡ്യൂള് 4 വരുന്നത് റീഡിംഗ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് എ ഫിനാൻഷ്യൽ റിപ്പോർട്ടാണ്. ഈ ഒരു മൊഡ്യൂളിൽ അറിഞ്ഞിരിക്കേണ്ടത്, ഇത് കുറച്ചുകൂടി വൈഡ് മൊഡ്യൂളാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്കിലും നമുക്കിത് എന്ത് ചെയ്യാം, ഷോർട്ടായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറയാം. ഇതിൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ അറിഞ്ഞിരിക്കേണ്ടത് ഗ്രോസ് പ്രോഫിറ്റ് മാർജിനാണ്. ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്ത് പറയും, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയും. ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണിത് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ. അപ്പോൾ ഈ ഒരു ഭാഗം ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മാർക്കും ഈ ഭാഗത്ത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ദെൻ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ, നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇക്വേഷന് കൃത്യമായിട്ട് പഠിക്കുക. ഈ ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുക, മീനിങ് എഴുതുക. അപ്പോൾ അല്ലേ, ഇറ്റ് ഈസ് എ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ എന്താ, ഇറ്റ്സ് എ റേഷ്യോ ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് സെയിൽസ്. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജിലാണ്. ഇനി ഇവിടെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ബാലൻസ് ഷീറ്റാണ് വരുന്നത്. ഇതിൽ മെയിനായിട്ട്, അപ്പോൾ ഈ ഭാഗത്തു നിന്നാണ് ചോദ്യം വരാറുള്ളത്, ഇതിൽ മെയിനായിട്ട് ലിക്വിഡിറ്റി റേഷ്യോസ്, കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് 5 മാർക്കിൻ്റെ അല്ല 6 മാർക്കിൻ്റെ ചോദ്യമായിട്ട് എക്സ്പെക്റ്റ് ചെയ്ത് കാണുന്നത് തന്നെ അത് പഠിക്കാം. കറണ്ട് റേഷ്യോൻ്റെ ഇക്വേഷൻ എന്താ, കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലാബിലിറ്റി. ക്വിക്ക് റേഷ്യോൻ്റെ ഇക്വേഷൻ എന്താ, ക്വിക്ക് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലാബിലിറ്റി. അതിൽ ക്വിക്ക് അസറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റിൽ നിന്ന് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസ് കുറച്ചാണ്. ഇതൊക്കെയാണ് സ്റ്റോക്ക് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ് കുറച്ച് എന്ത് കിട്ടും, ക്വിക്ക് അസറ്റ് കിട്ടും. ക്വിക്ക് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലാബിലിറ്റി ആണിത് ക്വിക്ക് റേഷ്യോ. നെക്സ്റ്റ് ആണ് സോൾവൻസി റേഷ്യോസ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അതിൽ വരുന്നതാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, അതുപോലെ തന്നെ ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ. ഈ 2 റേഷ്യോസ്, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോസും കൃത്യം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഇനി ടേൺ ഓവർ റേഷ്യോ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ പലപ്പോഴും യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രോബ്ലം റിപ്പീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ അതിൻ്റെ പീരിയഡ് കാണാൻ, അതായത് സ്റ്റോക്ക് വെലോസിറ്റി കാണുന്ന പ്രോബ്ലം ഇവിടെ അറിഞ്ഞിരിക്കണം. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, സ്റ്റോക്ക് വെലോസിറ്റി കാണുന്ന പ്രോബ്ലം. ദെൻ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലോ. നെക്സ്റ്റ് ഇവിടെ വരുന്നത് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ആണ്. അതിൽ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്, കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, ട്രെൻഡ് അനാലിസിസ്, ഈ 3 സ്റ്റേറ്റ്മെൻറ്റും എങ്ങനെയാണ് അതിൽ പേഴ്സൻറ്റേജ് കാണുന്നത് നോക്കാം. ഈ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലേ, ഇവിടെ കോമൺ എന്ന് പറയുന്ന വേർഡ് ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ നമ്മൾ ടോട്ടലാണ് കോമൺ ബേസ് ആക്കി എടുക്കുക. എപ്പോഴും കോമൺ ബേസ് എന്തായിരിക്കും, ടോട്ടൽ ആയിരിക്കും. ദെൻ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യുക, നമ്മൾ കമ്പയർ ചെയ്യാണ് അല്ലേ. ഇപ്പോൾ 2024 എന്തുണ്ടായിരുന്നു, 2000 രൂപ ഉണ്ടായിരുന്നു.
2025 2500 രൂപയായി. അപ്പോൾ 500 രൂപ കൂടി. ആ കൂടിയ എമൗണ്ടും പേഴ്സൻറ്റേജും കാണിക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ട്രെൻഡ് അനാലിസിസ്. ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുന്നത് ജനറൽ ടെൻഡൻസിയാണ്. ട്രെൻഡ് എന്ന് പറയുന്നത് എന്താണ്? ജനറൽ ടെൻഡൻസീസ്. ട്രെൻഡ് അനാലിസിൻ്റെ ഇക്വേഷൻ എന്താ? പ്രസൻറ്റ് ഇയർ ഡിവൈഡ് ബൈ ബേസ് ഇയർ ഇൻറ്റു 100. അപ്പോൾ ആ ഭാഗം ഈ 3 ടേമിൻ്റെയും മീനിങ് പഠിച്ചു വെക്കുക. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഏതെങ്കിലും ഒന്ന് ചിലപ്പോൾ വരും. ഇതിലേതെങ്കിലും ഒന്ന് ചിലപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ ആണോ? എല്ലാം പാടെ വരില്ല, ഏതെങ്കിലും ഒന്ന് ചിലപ്പോൾ വരും. അതന്നെ ചിലപ്പോഴേ വരുള്ളൂ. ദെൻ CVP അനാലിസിസ്. ഈ ഒരു ടോപ്പിക്ക് പലപ്പോഴും യൂണിവേഴ്സിറ്റി എക്സാമിൽ ഇപ്പോൾ കാണുന്നുണ്ട്. കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് ആണ്. CVP എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് ഓഫ് 3 ഫാക്ടേഴ്സ്. ഇതൊക്കെയാണ് കോസ്റ്റ്, വോളിയം, പ്രോഫിറ്റ്. ഈ കോസ്റ്റും വോളിയം എങ്ങനെയാണ് പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നതാണ് CVP അനാലിസിസിൽ പറയുന്നത്. ദെൻ ജസ്റ്റ് ഒരു ഭാഗമാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. നമ്മൾ ആൾറെഡി പറഞ്ഞത് തന്നെയാണ്. ഈ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയും നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഒക്കെ എന്ത്? പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. അത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ 4 മൊഡ്യൂളിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞു. അതിൽ പ്രോബ്ലം വരുന്ന ഏരിയ പറഞ്ഞു. അല്ല, പ്രോബ്ലം ഒന്ന് അക്കൗണ്ടിങ് ഇക്വേഷനാണ്, മറ്റൊന്ന് ജേണലാണ്, മറ്റൊന്ന് ട്രയൽ ബാലൻസ് ആണ്. ദെൻ ഡിപ്രിസിയേഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ്. പിന്നീട് പറഞ്ഞത് അല്ലേ എസ് എ പ്രോബ്ലമായിട്ട് ഫൈനൽ അക്കൗണ്ട്. പിന്നീട് ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ കാണാൻ, ടേൺ ഓവർ റേഷ്യോ കാണാനുള്ള പ്രോബ്ലം. ഇതാണ് യൂണിവേഴ്സിറ്റി എക്സാമിന് നോർമൽ കേസിൽ ഈ ഭാഗത്ത് വരാറുള്ളത്. ഓക്കെ, താങ്ക് യു.